ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ട്രാൻസ്പെറന്റിനൊക്കെ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് കൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ട്രാൻസ്പെറന്റിനൊക്കെ ചെയ്തെടുക്കാൻ വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗം പറഞ്ഞു തരാമോന്ന്. അപ്പൊ എല്ലാവർക്കും കൂടി ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മോഡല് ചെയ്തെടുക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ നമുക്ക് പിന്നെ വേറെയുള്ള ഏത് നെക്കിൽ ഇപ്പം റൗണ്ടോ അല്ലെങ്കിൽ ആലില ഷേപ്പിലോ ഒക്കെ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മോഡല് കറക്റ്റ് ആയിട്ട് പഠിച്ചിരുന്നാൽ മാത്രം മതി. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാ മോഡലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മൾ ലൈനിങ്ങിലാണ് നെക്കിന്റെ ഷേപ്പ് ഒന്ന് വെട്ടിയെടുക്കുന്നത്. അപ്പൊ ഞാനിത് ലൈനിങ് ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഇങ്ങനെയാണല്ലോ നമുക്ക് ലൈനിങ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം കണ്ടില് കയറി ഇറങ്ങിയിരിക്കുന്നു. അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഓരോ മാർക്കിങ്ങുകളും ചെയ്യുന്നത്. അതായത് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിൽ ഇട്ടിട്ടാണ് ഞാൻ ഓരോ മാർക്കിങ്ങുകളും ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ ഞാനിപ്പോ ഒരു 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. കൈക്കുഴി അതേപോലെ ഞാൻ ഒരു 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. ചെസ്റ്റിന്റെ വണ്ണം 10 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതേപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഞാൻ 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുന്നുണ്ട്. നമുക്ക് ബോഡിയുടെ ഇറക്കം 14 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബോഡിയുടെ വണ്ണം ഞാൻ 9 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നത്. നമുക്ക് ഇതിനൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗത്തും നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു കർവ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ വളരെ സ്ലോയിലാണ് കേട്ടോ വീഡിയോ കാണിക്കുന്നത്. അത് കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോക്ക് സ്പീഡ് കൂടുന്നത് കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക് ആയിട്ട് വരുന്നത്. നമ്മൾ ഇങ്ങനത്തെ ട്രാൻസ്പെറന്റ് നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള നെറ്റുകളൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പൊ നമ്മള് ലൈനിങ് ഇങ്ങനെ സെപ്പറേറ്റ് നിൽക്കുന്നു എല്ലാം നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഫോൾഡ് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ ഇതേപോലെ ഒന്ന് ഒന്നിച്ചു വെക്കുക. അതിനുശേഷം നമ്മുടെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ അളവിന് ഇതേപോലെ കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചുരിദാറിനോ അല്ലെങ്കിൽ ബ്ലൗസിനോ അതേപോലെ ടോപ്പിന് ആവശ്യമുള്ള അളവുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. ഇതിപ്പോ നിങ്ങളെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇതാണ് നമ്മുടെ പുറമേ വരുന്ന നെറ്റിന്റെ തുണി കേട്ടോ. അപ്പൊ ഞാൻ ഇത് നിങ്ങളെ ഇവിടത്തെ കാണിച്ചാണ്. ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ലൈനിങ്ങിലാണ് നമ്മളെല്ലാം നെറ്റിന്റെ അളവുകളെടുത്തുനിന്ന് കട്ട് ചെയ്ത് വെക്കുന്നത്. ഇതുണ്ട്, നമ്മൾ 2 പീസും ഒരേപോലെ അളവിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ലതൊന്ന് മാറ്റി വെച്ചിട്ട് ലൈനിങ്ങിൽ നമുക്ക് ഓരോ കട്ടിങ് കൊടുക്കാം. ടേപ്പ് ചെയ്തുകൊണ്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ 2 ഇഞ്ച് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തുനിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 6.5 ഇഞ്ചാണ് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ മുകളിലെ അടയാളം കൂടെ അതേ അളവില് വീതിയിൽ നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ കിട്ടും. അതിനുശേഷം ഈ ഒരു ഷേപ്പ് വരയ്ക്കാനായിട്ട് 2 ഇഞ്ച് മുകളിലേക്ക് ഞാനൊരു മാർക്കിങ് കൊടുത്തിട്ട് ടേപ്പ് ഇതേപോലെ ചെരിച്ചു പിടിച്ചിട്ട് ഞാനൊരു ലൈൻ വരച്ചു കൊടുക്കും. നമുക്ക് ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ വരച്ച മാർക്കിംഗ് കൂടെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഈ പീസ് കളയണ്ട കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് അടിച്ചു മറിക്കാനുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. മാറ്റി വെച്ചാൽ മതി. അപ്പൊ നമുക്കൊന്ന് നിവർത്തി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഇതുണ്ടല്ലേ, ഇതേപോലെ നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു പീസ് തുണി എടുക്കുക. അതിനുശേഷം അതിനൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു നെക്കിന്റെ ഭാഗം ഉണ്ടല്ലോ, ഒന്നുകിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ട് അതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗം ഇതേപോലെ കറക്റ്റ് ആയിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ട് അത് അതിന്റെ ഓരത്തോടെ കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്തൊന്ന് മാറ്റാം. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇത് അകത്തേക്ക് പോകുന്നതാണ്, അതുകൊണ്ട് നമുക്ക് ഇത്ര വീതി അങ്ങനെയൊന്നുമില്ല. 1, 1.5, 2 നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ഭർത്തിയിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ നെക്കിന്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. അപ്പൊ ഇതേപോലെ ഉണ്ടോ, നമുക്ക് നെക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എടുത്തിട്ട് ഇതിന്റെ സൈഡ് നമുക്കൊന്ന് മടക്കി അടിക്കണം. ഇതേപോലെ വെച്ചിട്ട്
ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി. ഇതൊക്കെയാണ് ഇത് സ്പീഡ് വിടുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി ലെങ്തായി പോകും വീഡിയോയ്ക്ക്. അതുകൊണ്ട് ഞാനിതെല്ലാം സ്പീഡ് കൂട്ടിയിട്ടു. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്യാനുള്ള നൂലുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നമ്മുടെ നല്ല വശം മുകളിൽ, ഇപ്പൊ സാറ്റിനൊക്കെയാണ്, സാറ്റിന്റെ ഒക്കെ മോൾ ഭാഗത്ത് നല്ല വശത്തൊരു തിളക്കം ഉണ്ടല്ലോ, അത് നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ വരണം കേട്ടോ. നമ്മുടെ തയ്യൽ തുമ്പ് മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഇത് ചീത്തവശവും നമ്മുടെ നെക്ക് ചീത്തവശവും ബോഡിയുടെ പോർഷൻ നല്ല വശവും. മനസ്സിലായില്ലേ? അപ്പൊ എന്നിട്ട് ഇതേപോലെ നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇല്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാല് ഒരു വൃത്തി ഉണ്ടാവുകയില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് 1/4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ കൃത്യമായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സൂചി കുത്തി നിർത്തിയിട്ട് ഒന്ന് തിരിച്ചു വെച്ചാൽ മതി കേട്ടോ. സൂചി മുകളിലേക്ക് പൊക്കിയിട്ട് തിരിക്കരുത്. സൂചി ഇതേപോലെ ഒന്ന് കുത്തി നിർത്തിയിട്ട് പ്രഷർ കൂട്ട് ഒന്ന് പൊക്കിയിട്ട് ഒന്ന് തിരിച്ചു വെച്ച് കൊടുത്താല് നല്ല വൃത്തിയിൽ ഒരേ ഷേപ്പില് നമുക്ക് കിട്ടും. ഇത് നമുക്ക് പിന്നൊക്കെ അഴിച്ചു മാറ്റാം. നൂല് കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മുടെ ഈ കോർണർ ഉണ്ടല്ലോ, നൂല് കട്ടാവാതെ നൂലിന്റെ അടുത്ത് വരെ വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ ഉണ്ടല്ലോ, നമ്മൾ ഇതേപോലെ എടുത്തിട്ട് നെക്കിന്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം. എന്നാലാണ് നമ്മളിങ്ങനെ തിരിച്ചിടുമ്പോൾ ഉണ്ടല്ലോ നല്ല നീറ്റ് ആയിട്ടിരിക്കുള്ളൂ. അപ്പൊ ഇതേപോലെ നമ്മൾ പതിച്ചടിച്ചെടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറിച്ചിട്ട് കഴിയുമ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയില് നമ്മുടെ നെക്ക് കിട്ടും. ഇത് കണ്ടില്ല, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. സാറ്റിനൊക്കെ ആയാലും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോ കോട്ടണിനെ കാണിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ നല്ല തുണി നമ്മുടെ ലൈനിങ്ങിന്റെ മുകളിലേക്ക് കൃത്യമായിട്ട് എല്ലാ സൈഡുകളും കൃത്യമായിട്ട് വരുന്ന രീതിയിൽ ഒന്നിട്ടിട്ട് നമുക്ക് നെക്കിന്റെ ഭാഗം ഒന്ന് ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് നമ്മുടെ ലൈനിങ്ങിന്റെ ഓരത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ മറന്നു പോകാതെ ഇപ്പൊ തന്നെ ഇന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ കൂട്ടുകാർക്ക് ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിട്ടാല് ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അത്ര നിങ്ങൾ കൃത്യമായിട്ടും ചെയ്തു വെച്ചോളൂ കേട്ടോ. അപ്പൊ ഇതുണ്ടോ, ഇതേപോലെ നമ്മള് ലൈനിങ്ങിന്റെ ഓരത്ത് കൂടെ ഒരേ രീതിയിൽ വരണം കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വ്യത്യാസം വരാതെ ഒരേ രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നീങ്ങി പോയാലും കുഴപ്പമില്ല. നമ്മള് ലൈനിങ്ങുമായിട്ട് നല്ലതിനോട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മുടെ ലൈനിങ്ങിനെക്കാളും കൂടുതൽ നിൽക്കുന്ന മാത്രം കട്ട് ചെയ്യുള്ളൂ കേട്ടോ. നെക്കിന്റെ ഭാഗമല്ല, ബാക്കിയുള്ള 3 സൈഡും നമ്മള് ലൈനിങ്ങിനെക്കാട്ടും കൂടുതലായിട്ട് ഇരിക്കുന്ന നെക്കിന്റെ ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നെക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ ഇതിനെ രണ്ടായിട്ടൊന്ന് മടക്കി ഇതേപോലെ ഒന്ന് മടക്കി വെച്ചു. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് നമുക്ക് എത്രയാണോ കഴുത്തിന്റെ അകലം വേണ്ടിയത് അതൊന്ന് മാർക്ക് ചെയ്യാം. ഞാൻ 3 ഇഞ്ച് കഴുത്തകലവും 4 ഇഞ്ച് കഴുത്തിന്റെ ഇറക്കവും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ബോക്സ് ആക്കി ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചു. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. കണ്ടില്ലേ? ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നിവർത്തിയിട്ട് നോക്കുമ്പോൾ ഇതേപോലെ നല്ലൊരു റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലൊരു ഞാൻ ഒരു തുണി വെച്ചിട്ട് മറിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നെറ്റിന്റെ തേരാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നോളും. ചെറിയൊരു 1/2 ഇഞ്ച് കഷ്ടി വീതിയിലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് കൃത്യമായിട്ട് നമ്മുടെ നെക്കിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ അകമൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നൂല് കട്ടായി പോകരുത് കേട്ടോ. നമ്മൾ നെക്കിന് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന നൂല് കട്ടാകരുത്. അതിനുശേഷം നമ്മൾ ഇതുണ്ട് ഇതേപോലെ അകത്തേക്കൊന്ന് മടക്കി വെച്ചിട്ട് അത്യാവശ്യം മുകളിൽ വരുന്ന രീതിയിൽ ഇടുക, നല്ലതിന് താഴെ വരുന്ന രീതിയിൽ ഇടുക. എന്നിട്ട് നമ്മുടെ നെക്ക് ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് അതിന് മുകളിലൂടെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാനായിട്ട് ആരും മടി കാണിക്കേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റായിട്ട് അറിയിക്കുക. അപ്പൊ നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിലും ഇല്ലെങ്കിലും കമന്റ് ആയിട്ടൊന്ന് അറിയിച്ചേക്കണം കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.